power in AC circuits. Now consider a current which leads voltage by an angle phi, and this current I can be resolved into two components. One is perpendicular and other is along V. So there's two components of current which are perpendicular to each other, and also one component of current is perpendicular to the voltage and other is in phase with the voltage V. So this component which is in phase with applied voltage is I cos phi, and which is in quadrature or in perpendicular with the applied voltage is I sin phi. This I sin phi component is called reactive component and I cos phi component is called active component or in phase component. ഇനി നമുക്ക് ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവർ ആൻഡ് അപ്പാരൻറ്റ് പവർ എന്താണെന്ന് പറയാം. കാരണം ഈ ഐ കോസ് ഫൈ, ഐ സൈൻ ഫൈ എന്ന് പറയുന്നതാണ് ഇത് ഏത് ടൈപ്പ് ഓഫ് പവർ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ളത് അപ്പാരൻ്റ് ആണോ, റിയാക്റ്റീവ് ആണോ, ആക്റ്റീവ് ആണോ എന്നൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഇനി ഫസ്റ്റ് വൺ ഇസ് ആക്റ്റീവ് പവർ. ആക്റ്റീവ് പവർ ഇസ് ഓൾസോ കോൾഡ് ട്രൂ പവർ ഓർ റിയൽ പവർ. അതാണ് ആക്ച്വലി നമുക്കൊരു സർക്യൂട്ടിൽ നിന്ന് കിട്ടുന്ന പവർ. And this actual power dissipated in the circuit resistance. This active power is equal to VI cos phi. The unit of active power is watts. Next is reactive power. The power developed in the inductive reactance of the circuit. This is given by VI sin phi. നമ്മൾ ഓൾറെഡി പറഞ്ഞു റിയാക്റ്റീവ് കമ്പോണൻ്റ് ആണ് I sin phi. അപ്പോൾ VI sin phi എന്ന് പറയുന്ന കമ്പോണൻറ്റിനെ റിയാക്റ്റീവ് പവർ എന്നും അതുപോലെ I cos phi എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് കമ്പോണൻറ്റും ആണെന്ന് പറഞ്ഞു. അപ്പോൾ VI cos phi എന്ന് പറയുന്ന കമ്പോണൻറ്റിലെ പവറിനെ നമ്മൾ ആക്റ്റീവ് പവർ എന്നും പറയും. The unit of reactive power is volt ampere reactive. അതിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് കിലോ വാട്ട് ആംപിയർ റിയാക്റ്റീവ് ഓർ KVAR അല്ലെങ്കിൽ VAR, വോൾട്ട് ആംപിയർ റിയാക്റ്റീവ്. അപ്പോൾ ആക്റ്റീവ് പവറിൻ്റെ യൂണിറ്റ് ആണ് വാട്ട്സ്, റിയാക്റ്റീവ് പവറിൻ്റെ യൂണിറ്റ് വോൾട്ട് ആംപിയർ റിയാക്റ്റീവ്, ദാറ്റ് ഈസ് VAR. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് VAR എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ റിയാക്റ്റീവ് പവർ. KVAR അല്ലെങ്കിൽ VAR എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു റിയാക്റ്റീവ് പവർ ആണ്. ഇനി വാട്ട്സിലാണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ ആക്റ്റീവ് പവർ. ഇനി apparent power. The third power is apparent power. It is the product of RMS value of applied voltage and current. Apparent power is equal to VI, which is unit is volt ampere. കാരണം ഇവിടെ കോസും സൈനും കമ്പോണൻസ് ഇല്ല, അപ്പോൾ ഇത് വോൾട്ട് ആംപിയർ മാത്രമാണ്. അപ്പോൾ this is called apparent power, which is unit is VA or KVA. Next is power factor. Power factor is the cosine of angle between voltage and current in a circuit. അപ്പോൾ സർക്യൂട്ടിൽ നമ്മൾ പറഞ്ഞു ഫേസ് ഡിഫറൻസ് ഉണ്ടെന്ന്. ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ളത്, അല്ലെങ്കിൽ വോൾട്ടേജും തമ്മിൽ, അല്ലെങ്കിൽ കറണ്ടും തമ്മിലുള്ള വേവിൻ്റെ ഡിഫറൻസ് ഇൻ ഫേസ് ആംഗിൾ ആണെന്ന് പറഞ്ഞു. അതുപോലെ നമ്മുടെ ഒരു സർക്യൂട്ടിൽ തന്നെയുള്ള കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ഫേസ് ആംഗിൾ, അതിൻ്റെ ആ ഫേസ് ആംഗിൾ ഇസ് ഫൈ. ആ ഫൈയുടെ കൊസൈൻ വാല്യൂ ആണ് എന്ത്, പവർ ഫാക്ടർ. അപ്പോൾ പവർ ഫാക്ടർ ഇസ് ഈക്വൽ ടു കോസ് ഫൈ. ഇനി ഇറ്റ് ഈസ് ഓൾസോ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് റേഷ്യോ ഓഫ് റിയൽ പവർ ഓർ റിയാക്റ്റീവ് പവർ ടു അപ്പാരൻറ്റ് പവർ. അപ്പോൾ ആക്റ്റീവ് പവർ എന്ന് പറയുന്നത് നമ്മളിവിടെ ഓൾറെഡി കണ്ടു, VI cos phi ആണ്. അപ്പോൾ നമുക്ക് cos phi എന്നാണ് ആൻസർ കിട്ടേണ്ടത്, cos phi ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ cos phi ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യണം, ആക്റ്റീവ് പവർ divided by apparent power. Apparent power is VI. അപ്പോൾ we get cos phi. Next is power triangle. Power triangle എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കമ്പോണൻസ് ഓഫ് പവറും നമുക്കൊരു വെക്റ്റർ ട്രയാങ്കിൾ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അതിൽ KVAR ആൻഡ് KW ആണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ യൂണിറ്റ്സ് വെച്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഫൈ എന്ന് പറയുന്ന ആംഗിൾ, ഫേസ് ഡിഫറൻസ് ആംഗിൾ ഇസ് മാർക്ക്ഡ്. Power factor angle phi is marked here. ഈ ട്രയാങ്കിളിൽ ഹൈപ്പോട്ടനസ് ആണ് KVA, that is apparent power. KW എന്ന് പറയുന്നത് കിലോ വാട്ട്, that is active power, which is the base of the triangle.
and the height component is kVAR. Its perpendicular component kVAR. It is reactive power.